എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു റബ്ബർ എസ്റ്റേറ്റിലാണ്. ഇതിനോട് ചേർന്നാണ് ആറ് ഒഴുകുന്നത്. നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന എൻ്റെ പട്ടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ പാത്തും എൻ്റെ തോടൊഴുകുന്നത് ഉമ്മച്ചനുമാണ്. അപ്പോൾ കിടു ഉറക്കമാണ്, സന്ധ്യ ആവാനായി. അണ്ണാണിയും കിടു സുലുവമ്മയും കൂടെ കുറച്ച് കഴിയുമ്പോൾ വരും. ഇപ്പം ഞാനും അച്ചാച്ചിയും കണ്ണാപ്പിയാണ് ഉള്ളത്, കുഞ്ഞാവയും. ചിന്നുവിനെ വിളിച്ചിട്ട് ചിന്നു വന്നില്ല. ചിന്നുവിന് പ്രസവിക്കാനുള്ള സമയമായി വരുന്നു, അതുകൊണ്ട് ചിന്നു വന്നില്ല. ഇവിടോട്ടേലും ഓടിപ്പോയാൽ എനിക്ക് വേറെ ആരുമില്ല പാത്തു. എനിക്ക് റോഡ് കണ്ടിട്ട് ഓടാൻ തോന്നുന്നില്ലേ? പാത്തുന് അടി കിട്ടും. ഉമ്മച്ചനിങ്ങി വന്നേ, വലിയൊരു പിടിച്ചോണ്ട് പോ എൻ്റെ മോനെ. അവിടേക്ക് അച്ചാച്ചിയൊക്കെ വരട്ടെ. ഇതേ കണ്ണം വരുന്നു. നീ മുന്നിൽ ഇതെവിടെ പോവാ? ദാഹിക്കുന്നുണ്ടോ മക്കളെ? വെള്ളം തരാട്ടോ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാമോ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തോന്നും അത് നിരപ്പാണ്. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും അതല്ല നിരപ്പെന്ന്. പാത്തു ചാച്ചന് പണി ഉണ്ടാക്കരുത്. ലീഷോടുകൂടി വിട്ടത് അത്യാവശ്യം ഒന്ന് പുറകെ പോയി പിടിക്കാമല്ലോ. അവൾ അപ്പുറമൊക്കെ വീടുണ്ട്. അവള് കോഴിയെ പിടിക്കാൻ പോകും കേട്ടോ. ഇതേ എൻ്റെ ഡാർലിംഗ് മോള് മോള് നോക്ക്, ചാച്ചൻ്റെ മോള്. മക്കളിങ്ങ തവള കടിക്കും. അവിടെ പോയി ഇരിക്കുവാണോ? പത്ത് ബാ, ഞങ്ങള് പോവാ. കുഞ്ഞാ വിളിച്ച കുഞ്ഞാ. ഓ ചാച്ചൻ വിളിച്ചാലേ മോള് വരൂ. ചാച്ചൻ വിളിച്ചോ? നല്ല വഴിയാണല്ലോ. പാത്തു ഓടിയോ? ഒരൊറ്റ വെടിയില്ല. കുഞ്ഞാതെ അങ്ങിയെന്നോ. നല്ല പണിയാ കിട്ടിയേ ഏട്ടാ. ഇത് വഴിവാ ഇറങ്ങി. ഒരു കുഴി പേടിയാ. നീ നിന്റെ ഫോണ് ഒന്ന് പോവും. അവനെ പിടി. എറിയല്ലേ, എറിഞ്ഞാലേ മൂക്കി വെള്ളം കയറും. ദോ കിടക്കുന്ന അവിടെ കുഞ്ഞു. ഒന്നിൻ്റെ കഴിഞ്ഞ എൻ്റെ അടുത്ത് കൊണ്ടുവരില്ല. എനിക്ക് വെള്ളം ഉമ്മ അവനെ ഓടിച്ചിട്ട് പിടിക്കാനേ. മക്കൾ എൻ്റെ അടുത്ത് വാ. അമ്മ പൊന്നുമോനിങ്ങി വന്നേ അണയ്ക്കുന്ന ചെല്ലേ. ഇതേ കണ്ണമ്മാമൻ്റെ അടുത്തോട്ടിയല്ലേ. എടാ കുറ്റിയിലെങ്ങനെ വിടറോളെ. അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കട്ടെ. ഇവിടെ കൊടയ്ക്കരുത്. ചെല്ലേ, മാമനും മോനും കൂടെ പോയി വെള്ളം കുടിച്ചിട്ട് വാ. വെള്ളം കുടിച്ചിട്ട് വാട്ടോ. ഇടണ്ട അവനെ. പോയിട്ട് വാട്ടോ. ചുണ്ടറാൻ പോയിട്ട് വായോ. ഇങ്ങോട്ടും പട്ടിയുടെ പുറകെ ഓടി അണച്ചു. അപ്പോൾ ഉമ്മ പതുക്കെ പോയി വെള്ളം കുടിച്ചിട്ട് മക്കളെ. അവന് വെള്ളം പേടിയാ. ഇതെന്താണെന്നറിയോ? ലൈറ്റ് വെള്ളത്തിൽ സൂര്യരശ്മികൾ വെള്ളത്തിൽ നിന്നും എൻ്റെ മുഖത്തേക്ക് പതിക്കുന്നു. പിന്നെ അച്ചാച്ചി അപ്പോൾ വല കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ഞങ്ങളപ്പോൾ ടെൻ്റ് അടിക്കാൻ പോവാം. ഇത്തിരി കഴിയുമ്പോൾ ലൈറ്റൊക്കെ കുറയും. അപ്പോൾ ഇന്ന് സുലുവമ്മ വരുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ മറ്റേ ചാർജ് ചെയ്യുന്ന ബൾബുണ്ട്, വെട്ടമുണ്ട്. ഈ എന്തൊരു ബഹളമല്ലേ വീട് കേട്ടോ. പേടിച്ച് നീ ഇങ്ങനെ അണച്ചോണ്ടിരുന്നു. നിന്നെ വെള്ളം കുടിക്കാൻ പിടിച്ചല്ലേ. എൻ്റെ കണ്ണമ്മാമൻ കയ്യിൽ വെള്ളവുമായി വരുന്നു. ചേമ്പിലയിൽ വെള്ളവുമായി വരുന്ന കണ്ണമ്മാമൻ. ഇവനോട് അവൻ വരത്തില്ല. നീ ഇങ്ങോട്ട് വരേണ്ടി വരും. അവന് പേടിയാ നിന്നെ. ഇതേ എൻ്റെ ചേമ്പലല്ലേ എൻ്റെ പൊന്നിച്ച് വെള്ളം കുടിച്ച്. ദേ വെള്ളം മേത്തൊഴിക്കത്തില്ല. വെള്ളം ഒഴിക്കത്തില്ല. വേണ്ട. ഇതല്ലേ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നിന്നെ. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിയാ. നല്ല ഇടിമുഴക്കം തുടങ്ങി. ചാച്ചി
വല നിവർത്തി പോവുകയാണ്. ചേട്ടനും അനിയനും കൂടെ വരുന്നുണ്ടോ? ഇതിൽ ഏറ്റവും രസം എന്താണെന്നറിയാമോ? നമ്മളൊരാഗ്രഹം പറഞ്ഞു തന്നാൽ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റിയൊരു വീട്ടുകാർ. അതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. ഒരാഗ്രഹം പറഞ്ഞ് അപ്പം തന്നെ കണ്ടില്ലേ നിൽക്കുന്നത്. ടെൻറ്റ് കെട്ടണമെങ്കിൽ ടെൻറ്റ് കെട്ടാം, എന്ത് വേണമെങ്കിലും. അന്നാണ് ഇപ്പോൾ വരും കിടുവാണെന്ന ഉടനെ. പശു തീറ്റയും തിന്ന് തോട്ടത്തിൽ വന്ന് തീറ്റയൊക്കെ തിന്ന് സന്ധ്യയായി. പശുവിനെ കറക്കാനായപ്പോൾ വീട്ടിൽ പോവും എല്ലാം കൂടെ. ചാക്കില്ലേ അത് ഉണങ്ങി വെച്ചതുണ്ട്, അതിങ്ങനെ വിരിച്ചിടും. അപ്പോൾ അടിയിൽ വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻറ്റിലടിച്ച് കയറൂല. പശു എല്ലാം കൂടെ വരുന്നു. പശുവിൻ്റെ അടുത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ പഴിച്ചു വിട്ടായിരുന്നെങ്കിൽ ഒരു കുത്തും മേടിച്ചോണ്ട് വന്നേനെ. ഒരു ചെയറിങ്ങിതാ കണ്ണ. ഇനി മരത്തണലിലിരുന്നൊന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കട്ടെ. ഞാൻ സെറ്റിലായി. ആരെ എടുപ്പിച്ചേ? മുമ്പേ ഇട്ട ഒരു റീൽ, അതിൻ്റെ തർക്കമാണ് നടക്കുന്നത്. അതായത് ഞാൻ ഒരു തൂക്കുപാത്രമൊക്കെ ആയിട്ട് കുഞ്ഞാവ് വിറക് വെട്ടുന്നിടത്ത് പോയില്ലേ, ആ സംഭവം. കുഞ്ഞാവ് പറയുന്നു കുഞ്ഞാവിടെ ആ ഒരു നാച്ചുറൽ അഭിനയം കൊണ്ടാണ് ആ വീഡിയോ കയറുന്നതെന്ന്. കണ്ണൻ പറയുന്നു കണ്ണൻ്റെ ക്യാമറ കൊണ്ടാണെന്ന്. ഞാൻ പറയുന്ന ആംഗിളിൽ ക്യാമറ വെച്ചത് കൊണ്ടാണെന്ന്. തർക്കം ഇവിടെ മുറുകുകയാണ്. തോട്ടത്തിലെ പശുവിൻ്റെ പുറകെ പോകുന്നുണ്ട് ചേച്ചി. അങ്ങനെ ചേച്ചി നനഞ്ഞിരിക്കുന്നു. ഇവിടെ ടെൻറ്റിൻ്റെ കെട്ട് നടക്കുന്നു. ഞാൻ വെറുതെ ഇരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുവാണല്ലോ. ഞാനും ഉമ്മച്ചൻ്റെ റെസ്റ്റാണേ. പാത്തു ദേമോളെ നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ നിറവാ. കെട്ടിയിട്ടതാ പുള്ളിക്കാരിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. ഇല്ല ഈ പശുവിൻ്റെ എല്ലാം പുറകെ ഓടിയനെ അവള്. വേണ്ട വീട്ടിലുള്ള കരിക്കും വെട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. എത്ര സാധനങ്ങളുണ്ടെന്ന് നോക്ക്. എത്ര കരിക്കും ഉണ്ടെന്ന് ചേച്ചി? 4 എണ്ണോ? എന്നാ നമുക്ക് ദാഹിക്കുന്നേന്ന് ഞാനിവിടെ നനച്ചിട്ടൊരു അക്ഷരം മിണ്ടിയില്ല. എന്ത് പറ്റി പാത്തു? പുറകിലായി പോയോ? കിടുവിനെ കൂടെ ഇവിടെ കിടത്തായിരുന്നു. കിടു അണ്ണാണിയും കൂടെ കിടക്കട്ടെ, എല്ലാവരും കിടക്കട്ടെ. ടാർപ്പയുണ്ടേ തിരിച്ചു മറിച്ച് ഇരുന്നാലേ. അച്ചാച്ചിയെ വലയിലെ മീൻ എടുത്തിട്ട് പോവാം. അതാക്കി വെച്ചാ പാത്തുന് കുറച്ച് കൊടുക്കണം. ഞാൻ ചാനലിലിടാനെന്ന് പറയും. ആർക്കയച്ചു കൊടുക്കും? അവനും ചാനലുണ്ടല്ലോ. അല്ല ടാർപ്പ കെട്ടണം. മഴ പെയ്താ തന്നെ ഞാൻ ഈ കസേര നെണ്ണിക്കൂല മഴ പെയ്താ. അതുകൊണ്ട് എന്റെ ലെവലിന് കെട്ടിത്താം. മോളെ തരാടി. പിന്നെ കണ്ണാപ്പി അവിടെ സെറ്റിലായി. കുഞ്ഞാവ് അവിടെ എന്തോ ചെയ്യുന്നു. അച്ചാച്ചി ഇവിടെ വിറക് സെറ്റാക്കും. പാത്തു അവിടെ നില വിളിക്കുന്നു. പാത്തുന് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. അതാ ഇവിടെ കേട്ടാ ഈ മരത്തെ കെട്ട്. കണ്ണാപ്പിയും കുഞ്ഞാവയും കൂടെ പിന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് കുറച്ച് സാധനം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്ത് തീയൊക്കെ കൂട്ടി വെച്ചു. നല്ല ആറ്റ് തീരത്തിരിക്കുന്നതിൻ്റെ നല്ല കാറ്റ്, അല്ലാതെ തന്നെ നല്ല കാറ്റും ഒരു തണുപ്പും ഒരു കുളിർമയൊക്കെ. അപ്പം ഞാൻ എന്ത് വന്നാലും ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനുണ്ട്. നോക്കട്ടെ. അച്ചാച്ചി ഇവിടെ ഇരുന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നു. ഞങ്ങളിവിടെ ഇരിക്കുന്നു. ഞാനും അച്ചാച്ചി മാത്രമേ ഉള്ളൂ. തീ അവിടെ ഉണ്ട്. അതെ വല ആറ്റിലുണ്ട്. സുലുവമ്മയുണ്ട്. ഇനി എങ്ങനെ ഇറങ്ങി വരുമെന്നുള്ള. ഞങ്ങളൊരു ടാർപ്പയും കൂടെ വലിച്ചു കെട്ടി. മഴ എങ്ങാനും പെയ്താലേ പുറത്തിരിക്കുന്നവരും നനയണ്ട. അമ്പിളിമാമൻ അപ്പം ഇന്ന് മഴ പെയ്യൂല കേട്ടാ. ഇപ്പം യാരടാ നീ മുനിയാണ്ടിയെ? എന്നടാ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ. അടുത്തത് ഇത് ആരാ? ഇത് ചെരുപ്പുണ്ടോ? ചെരുപ്പില്ലാണ്ടിങ്ങി വന്നോ? ആ സാരമില്ല, അപ്പം എടുത്തുതരാം.
മിന്നാമിനിങ്ങനെ കൊണ്ടുവന്നേക്കുന്നു. ആർക്കാ പിന്നെ തിരിഞ്ഞു പോയി എടുക്കും. അപ്പയ്ക്കാണോ? അപ്പ എടുത്തോ. അപ്പ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. നിൽക്കേ ഒരു മിനിറ്റ്. അയ്യോ എന്ത് ചെയ്യാ നമ്മുടെ മിന്നാമിനി? അച്ഛൻ ലൈറ്റ് മാറ്റിക്കേ, ഞങ്ങൾ വെട്ടമില്ലാണ്ട് കാണട്ടെ. അപ്പൻ്റെ കൈത്താ അപ്പയ്ക്ക് കുഞ്ഞു കൊണ്ടുവന്നതാ മിന്നാമിന്നി. ഞാൻ പിടിച്ചോണ്ട് വന്നതാ. നോക്കട്ടെ, കൈ തുറന്നു കാണിച്ച്. ഞാൻ കൊണ്ടുവന്നതാ പിടിച്ചോണ്ട്. എവിടുന്ന്? ഞാൻ ആ കാട്ടിന് കൊണ്ടുവന്നതാ. എന്റെ കുഞ്ഞോ? അവിടുന്ന് ഒരു പുള്ളിയെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ അതിനെ എടുത്തങ്ങ്. ആണോ? വെച്ചോ, നമുക്ക് ലൈറ്റ് കത്തിക്കാം കറണ്ട് പോകുമ്പോ. എന്താക്കളെ എന്നെ പൊന്നെ മിന്നാമിന്നിയോ? കൂടില്ലടാ. അതെന്താ കൂടില്ലാണ്ട് എങ്ങനെ വളർത്തും? നമ്മളെ കയ്യിലുണ്ടോ കാണിച്ച്? എന്തോ ചെയ്യും നമ്മള്? എങ്ങനെ വളർത്തുമോ? സ്കൂളിൽ പോകുമ്പോ എന്തോ ചെയ്യും? സ്കൂളിൽ പോകുമ്പോ ഞാന് ഇങ്ങനെ ഉണ്ടല്ലോ, കൂട്ടിലിട്ടിട്ട് പോവോ? അതിനെ അയ്യോ പോലെ പോവാ പറക്കല്ലേ. അപ്പൊ ലൈറ്റ് ഓഫ് ആക്കട്ടെ. എവിടെ? കണ്ടോ? കണ്ടോ? ഇതിനാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നത്. പേരെന്തോ ഇടും? മിന്നാമിന്നിന്ന് മതിയോ? വാസുക്കുട്ടാന്ന് വിളിച്ചാലോ? എന്തേ വാസുക്കുട്ടൻ എന്തേ? അങ്ങനെ ഞെക്കി പിടിക്കണ്ട, പറക്കട്ടെ, പറന്നിട്ട് പോയി വരും. അച്ഛൻ്റെ അമ്മ അടുത്ത് പോവാണെ വിട്ടേരെ. പാവം, അതിൻ്റെ അച്ഛൻ്റെ അമ്മേനെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. എന്റെ കൈ കയറി ഇരിക്കില്ലേ, എന്നാ വിട്ടേരെ. വാസുക്കുട്ടനെ അങ്ങ് വിട്ടേരെ. വാസുക്കുട്ടനെ വീടുണ്ട്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് നീ എന്തോ ചെയ്യാനാടാ? കുഞ്ഞുങ്ങളെയാണല്ല, പിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ. എത്രയും വലുതാവോ? ഒത്തിരി. അപ്പൊ പിന്നെ വീട്ടിൽ വേറെ ലൈറ്റ് വേണ്ടല്ലേ? സോളാറാ. മൊത്തം 9 രൂപ. കറണ്ട് പോകുമ്പോ നമുക്ക് കത്തിച്ചിടാം. ഇതിന് അവളോ നമ്മളെ വീട്ടിലാ അങ്ങനെ മേളില്. അപ്പൊ എങ്ങനെ കണ്ടുവരും? എനിക്ക് എടാ ഇത് വലുതാകുമ്പോ ഒത്തിരി വെട്ടം കാണത്തില്ലേ? ഒത്തിരി വെട്ടമോ? അതറിയല്ലോ. മിന്നാമിനിങ്ങ മിന്നുമിനിങ്ങ പാടിക്കൊടു. ഓഫാക്കി. ഉറക്കപ്പാടോ? ഒന്നുകൂടെ പാടിക്കൂടെ? എന്ത് നല്ല പ്രായം, ഒരു ടെൻഷനും ഇല്ല. ആരേലും കുളിപ്പിച്ചു തരൂ, ആരേലും വാരി തരൂ. ആ മിന്നാമിനിങ്ങനെ കണ്ടോണ്ട് വന്നതാ. കൊടുത്ത് വിട്ടേരെ, ഇറക്കി വിട്ടേരെ. പോട്ടെ, പോയി അച്ഛൻ്റെ അമ്മയെ തപ്പി പോട്ടെ. പോയിട്ട് വരും. എടാ വരുവാടാ. എന്നാ ടെന്റിൻ്റെ അകത്ത് വെച്ചേരെ, പിന്നെ എടുക്കാം. അപ്പൊ പോത്തില്ല. ഒരു കാര്യം ചെയ്യാം, വീഡിയോ എടുക്കാം. പിന്നെ പിടിക്കാം. എടാ ഇഷ്ടം പോലെ വരുവാടാ. അതിനെ വിട്ടേരെ. നടി കിട്ടിയോടാ ചേച്ചിടേന്ന്? മാജിക്കാണ്. ലിയോണിനൊന്നും അറിയത്ത് പോലും ഇല്ല. അയ്യോ എന്റെ അമ്മോ. അപ്പക്ക് എന്തോ മേടിച്ചോണ്ട് വന്നടാ കഴിക്കാൻ? അച്ചാച്ചിയുടെ ഭാഗ്യവാൻ. അച്ചാച്ചിയുടെ അപ്പൂപ്പനും കൂടി ഇവിടെ വളകെട്ടാനും ചൂണ്ടിടാനും വന്നിട്ടുണ്ട്. ആര്? എന്ത് എന്നാ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തന്നേ? ഞാനെന്ന് പറഞ്ഞ എഴുത്തിലോട്ട് നോക്കുന്നു. നോക്കി മോൻ്റെന്നോ? അതുകൊണ്ടാ ഇല്ലാത്തല്ലേ. കണ്ണാ ഉണ്ടോ? അമ്മ കാപ്പി ഉണ്ടോ? നമ്മേ ഒന്നൂടെ. കണ്ണാ നീ ഉറങ്ങടാ, കള്ള കണ്ണാ നീ ഉറങ്ങടാ.
അപ്പനെ ലൈറ്റ് ഓഫ് ആക്കി. അച്ചാച്ചിയാ ലൈറ്റ് ഇട്ടേക്കുന്നത്. ലൈറ്റ് ഓഫ് ആക്കി. ഇനി അപ്പയും കൂടെ ലൈറ്റ് ഓഫ് ആക്കി. ഓഫ് ആക്കി. കട്ടറും പാന്നു. ഓ ആ കട്ടറും പാന്ന് കടിക്കാന്നല്ലോ. അമ്മേ എന്താ പറയാനുള്ളത്? ആദ്യമേ അയ്യോ കൊറേ നാളിന് ശേഷം ഇപ്പോഴാന്ന് അത് ഇന്നലെ ഇതുപോലൊന്ന് ഈ സമയത്ത് വരും. അല്ല അത് വേറെ കാര്യമാണ്. ഇന്ന് ഏതായാലും പിന്നെന്താ ലോകം അവസാനിക്കാൻ ഇരുന്നതാ. ഇത് തൊട്ട് വെള്ളമാ. ഇതേണ്ട താഴെ ഇനി അത് വെള്ളം പോകുമെന്ന് പറയല്ലേ. ആ മരത്തിന്റെ ചോട്ടി വെള്ളമാ. നിന്റെ നീലാവതോടാ, നീലാവിന് വരുന്നതോടാ. കാപ്പി കൊണ്ടുവന്നു അമ്മേ. അമ്മേ ലൈറ്റ് ഓഫ് ആക്കി. അതല്ലേ ആ കത്തുന്നേ. കണ്ടോപ്പേ അപ്പൊ ഈ വെള്ളം കൊണ്ടുവന്നത് കണ്ടോ കണ്ടോ. മേടിക്കാനാണോ? തിങ്ങാനെ മേടിക്കാനാണോ? മേടിക്കാനല്ലേ തിങ്ങാൻ. അയ്യോ എന്നെ തള്ളിയിടാനാ. എത്രക്കെ ഉള്ളു. നീ ഉറങ്ങടാ. അല്ല മുമ്പേ മടി. എങ്ങനെ കിടൂ? എന്റെ കൂട്ടാ കാല് വരും. ബന്ധപ്പെട്ട പരാതി പറയാം. അവനെ ശുഭു അവന്റെ കണ്ണ് തൊഴിച്ചു. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഓണത്തിനങ്ങ് തള്ളുന്നല്ലേ ഇല്ലടാ. കണ്ണിൽ തൊഴിച്ചെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ജാക്കിച്ചാരോ എനിക്കറിയില്ല. എടുത്തു തരാം. ചപ്പാത്തി ഉണ്ടാക്കാതെ ആ തീയത്തിട്ടാലോ ചപ്പാത്തി. ആ കനലയിൽ ബ്രെഡ് മേടിച്ചോ? എനിക്ക് ഇതല്ല, ഇത് മാർബിൾ കേക്ക് അല്ലേ? ഞാൻ മറ്റേതാണോ പറഞ്ഞേ? മിച്ചറാണോ? കൈ കിട്ടോ പിന്നെ പിടിക്കണോ? അതിനെ വിടാതെ ഞാൻ വായ കിട്ടതാ. രണ്ടാമത്തെ അതെന്റെ കൈ വായിലിടരുത് കൈ. കൈ വായിലിടരുത്. തണുത്തേച്ച് വരുമ്പോഴേ ഞാൻ ഇനിയും കത്തിച്ചോ. 9 മണിയായോ? അച്ചാച്ചിയല്ല അച്ചയുടെ പറയൂ. അതിനകത്ത് തന്നെ വെച്ചേക്കണേ. അത് വെളിച്ചെണ്ണയാ. ഇത് ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്ന വെള്ളം. ഞാൻ മിന്നാമിനിങ്ങനെ പറത്തി വിട്ടു. അയ്യോ എന്റെ കൈ അഴുകിയതാ. ആ കേക്ക് വെട്ടാനൊരു ബ്രെഡ് കത്തി. കേക്ക് വേണ്ടോ നമുക്ക്? ഇത് കട്ട് ചെയ്ത് കേൾക്കാം. പെട്ടെന്ന് ഡൗൺ ആയല്ലോ. അറിയാത്ത പോലെ ഇരിക്കാം. കേക്ക് കട്ട് ചെയ്യണ്ടോ? മറഞ്ഞുപോയി. അതുപോലായിരുന്നു ഞാൻ കണ്ണാന്ന് ഓ അതൊക്കെ മനസ്സിലുണ്ട്. ഞങ്ങൾക്കാർക്ക് എയർപോർട്ടിൽ കേക്ക് കിട്ടിയില്ലല്ലോ. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടോന്നില്ല അങ്ങനെ. അതും അന്നമ്മയുടെ കൈപ്പടയിലുണ്ടാക്കിയ കേക്ക്. ടേസ്റ്റി കേക്ക്. നല്ല കേക്ക്. ഒരു പൊടി പോലും ബാക്കി വന്നില്ല. ഭയങ്കര ടേസ്റ്റ് അല്ലായിരുന്നു. ഇത് കാപ്പി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നറിയിപ്പ്. ഭയങ്കര വില, നല്ല ടേസ്റ്റ്. അയ്യോ വേണ്ട, വേണ്ട, ഇത് കുടിക്കാൻ പറ്റില്ല. വേണ്ട, എനിക്ക് കുടിക്കാനാണ്. ചാച്ചി പോയി. ചാച്ചി വലയിക്കാൻ പോയി. പിന്നെ പിടിച്ചോ? ഇതിനെ പിടിച്ചോളെ പൂട്ടിയിടണോ? ആ പറഞ്ഞു പോട്ടെ. ഇവനെ പിടിച്ചാൽ പട്ടിക്കുട്ടി കൂട്ടിയിട്ടാലോ നാളെ ഒരു ദിവസം. എന്നിട്ട് ലൈറ്റും കൊടുക്കാം. ബൾബ് കുണ്ടിലേക്ക് ലൈറ്റ് കത്തിച്ചു കൊടുക്കാം. ഇവിടെ ബൾബ് കെട്ടിയേക്കാം. കുണ്ടിലേക്ക് LED ബൾബ് കത്തിച്ചു കൊടുക്കാം. ആണോ? നീണ്ടോ കൂടെ? ആ LED ബൾബ് ഒരു ചുവന്ന LED ബൾബും കത്തിച്ചു വെക്കും. അതെ, എന്നിട്ട് കൂട്ടിലിടാം. ഒറ്റ മരം ഞങ്ങളുടെ കാപ്പി. ഇത് ഒരു കാര്യമുണ്ട്, എന്ന് കാപ്പി എടുത്താലും എന്റെ കൈക്ക് അത് മറിച്ച് ശീലമാണ്. മര്യാദ അവിടെ നിന്നോണം. ഇരിക്കണോണം. തൽസികി ഫാൻസ് അസോസിയേഷൻ സീതോട് സുലഭ പ്രസിഡന്റ്. മീറ്റിംഗ് ഉണ്ട് എല്ലാരും. അല്ല കണ്ടാപ്പി എന്നോട് രാത്രി കേട്ടോ മോനെ ലോകം അവസാനിക്കാൻ നാളെ. ഞാൻ ചിന്തോന്നേ അവര് പറഞ്ഞ നിനക്കെന്തോ അവര് പറഞ്ഞ എല്ലാ കാര്യവും അതിന് സാഹചര്യമുണ്ടെന്ന്. പിന്നെ ഒരു കാര്യം ചെയ്യും. കണ്ണാപ്പി 4/18 ആവുന്നവർ ഏകദേശം ലോകം അവസാനിച്ചു. ശരിയാണോ? ഒരു മോനെ അവര് പറഞ്ഞു, നീ പറയുന്ന പോലെ അവര് പറഞ്ഞ അങ്ങനെ, അവര് പറഞ്ഞ അച്ചട്ടാണ്. അവര് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യം ചെയ്യും. എന്തുവരെ തീർന്നു കരുത്തെ കിടന്ന മാലയും നാളെ ഇരിക്കാവുന്നത് പക്ഷേ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായി. മറ്റേ അമേരിക്കയില് ഒരു തുള്ളി പോലും മഴ പെയ്യാതെ വെള്ളപ്പൊക്കം വന്നു.
കളയരുത്, വെള്ളമാ. എവിടെയും മഴ പെയ്തിട്ടില്ല. അപ്പൊ ആ വെള്ളം എവിടുന്ന വന്നേ? ഇതൊരു തുടക്കമില്ല, ഇത് നടന്നു പോയി നോക്കിക്കൂടെ അവർക്ക്? സുനാമിയും ഉണ്ടെന്നാ പറഞ്ഞത്, വലിയ സുനാമി. 110 ഉണ്ടല്ലോ. ജയിച്ചില്ലേലും തോക്കായിരുന്നോ? അതായിരിക്കും ഉദ്ദേശം. ജയിച്ചില്ലേലും തോക്കാതിരുന്നാ ഉദ്ദേശം. സമനിലയായാലും അതന്നെ ഉദ്ദേശം. സമനിലയാകാൻ ചതഞ്ഞ പിച്ചാവുന്നു. അടിച്ച് തൂഫാൻ പിച്ചാ. എന്തോ കുഴപ്പമാണ്. ഈ പണ്ടൊരു ക്രിക്കറ്റ് കളിച്ച് ജയിച്ചോ തോക്കോ സീരിയൽ പറഞ്ഞോ? അത്രയില്ലല്ലോ. ഞാൻ പറഞ്ഞു നടക്കുന്നില്ല. കാണുന്നില്ലേ? ആര് പറഞ്ഞു? എത്ര സീരിയലാണ് നാട് തന്നെ മഴ. ഹോട്ട്സ്റ്റാർ അമ്മയുടെ ഫോണിൽ ഓപ്പൺ ആക്കി കൊടുത്തേക്കുക. ഒരു ദിവസം ഹോട്ട്സ്റ്റാർ അങ്ങനെ കട്ടാവുന്ന സുരാമയ്ക്ക് പ്രാന്ത്. നേരത്തെ കാര്യം പറയാം. അല്ല കണ്ണാപ്പി, നേരത്തെ അറിയോ? രാത്രി സീരിയൽ നേരത്തെ, അത് ഉച്ചയ്ക്ക് സംപ്രേഷണം ഉണ്ടായിരുന്നു. അതിരുന്ന് പിന്നെയും കാണും. ചില വ്യത്യാസം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. പുൽപ്പള്ളിയിലെ വെല്ലുമിച്ചി അങ്ങനെ തന്നെയാ. രാത്രിയും കാണും, പിറ്റേ ദിവസം കാണും. ഇവര് വൈകുന്നേരം എന്നോട് പറയണേ, ഉച്ചയ്ക്ക് കാണിക്കുന്നതന്നെയാണോ വൈകുന്നേരം കാണുന്നതെന്നുള്ളൊരു ഡൗട്ടിലാണ്. ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്തല്ലേ, തൊട്ടടുത്ത്. അടുത്ത വളവിനാ. കുഴപ്പമില്ല. അച്ചപ്പം ഇടൂ, അച്ചപ്പം. വെള്ളത്തിൽ കൊടുക്കുമോ? ഞാൻ അരച്ച് വെച്ചു. നീണ്ട് മറന്നു എന്ന് പറയുന്ന അവിടെ ചാടിയ കാലം പറ്റി തോന്നിയ മാമനല്ല അച്ഛയാ. ഞാൻ എന്തോ ചെയ്തു? കാലം കൊണ്ട് ഞോണ്ടി അവനെ. ഞാൻ കളിക്കണോ? എവിടാ? മാമനല്ല കളെ, അച്ഛയാ. അവൻ മേടിക്കാൻ, അവൻ ചെയ്യാത്ത കാര്യത്തിന് നീ പോയി അവനെ ഞോണ്ടി. മോനെ കുഞ്ഞാവേ അല്ല, കുഞ്ഞാവേ അവിടെ അല്ലയോ കാല് വെച്ചേക്കുന്നത്? ഇവനാ? ആ, ചുണ്ടക്കാൻ കൊടുത്ത് വഴുതനങ്ങ മേടിക്കാം. കണ്ണാപ്പി എടുത്തു വരുന്നു. കണ്ടോ അച്ഛയുടെ ആ കൈ കൊണ്ട് ഞോണ്ടിയത്? ഞാൻ കളിക്കണോ? കുഞ്ഞറിയാം. നോക്ക്, അച്ഛടെ കൈ തല വെച്ചേക്ക് നോക്കിയോ. കാണുന്ന കൈ അങ്ങോട്ട് നോക്കിയോ. നോക്ക്, ഈ കൈ ഫോൺ പിടിച്ചേക്കുവാ. മോനെ അല്ല, ഈ കൈ ഫോൺ പിടിച്ചേക്ക്. നോക്ക്, ഞാൻ കണ്ടു. ഈ കൈ കൊണ്ട് ഫോൺ നോക്ക്. അച്ഛടാ നോക്ക്, കൈ ഇങ്ങനെ വെച്ചാ. അച്ഛൻ മാറി നിൽക്കണേ. മോനെ നോക്ക്, നോക്കിയോ. ഇപ്പൊ കാലം കൊണ്ട് നോക്കണേ. തിരിഞ്ഞു മോന് നേരെ തിരിഞ്ഞു. അപ്പൊ എന്നെ ഞോണ്ടുന്നതാണ്. എടാ അങ്ങനെ വെച്ചാൽ നേരെ നോക്കണം. അച്ഛൻ റെഡി ആയിട്ടിരിക്കുക. മോൻ അങ്ങോട്ട് തിരിഞ്ഞു. ഇപ്പൊ അച്ഛനെ കൊണ്ടു കാലെ പിടിച്ചേക്ക് പറയാതെ പിടിക്കാൻ നിൽക്കുക. എറിഞ്ഞിട്ടാണോ നിൽക്കുന്നത്? കോക്കണ്ട് പോലെ വായിലിട്ട് പതുക്കെ. അതാ നെറുക കയറിപ്പോടാ. മിച്ചർ മൂക്കുവോ? അച്ഛൻ പറയാം അപ്പോഴും അച്ഛൻ നിന്നെ ചവിട്ടിയാ നീ എന്ത് ചെയ്യും? അച്ഛൻ ചെയ്യോ? നോക്കാറുണ്ടോ? എന്തോ കടിക്കടാ, ചുമ്മാ പറ്റിക്കോ. അച്ഛൻ മുട്ട കടിക്കടാ. മുട്ട അച്ഛൻ അടിച്ച് നോക്ക്. അച്ഛൻ ക്രിക്കറ്റ് ആണല്ലോ. അച്ഛൻ ക്രിക്കറ്റ് ആണല്ലോ. നോക്ക്, നാപ്പയുടെ കൈവെള്ളം കടിച്ച് നോക്കട്ടെ. അവൻ കടിക്കുവോ? കൈയുടെ വെള്ളം ഇവിടെ കടിക്കണേ. കടിച്ചു നോക്ക്. കടി കിട്ടുന്നുണ്ടോ? ഇതിന് മുന്നേ അച്ഛായിരുന്നു. അച്ഛൻ മാമന് ഒത്തോണ്ടല്ലേ കുഞ്ഞിനെ എന്തൊക്കെ ചെയ്യുന്നത്? അച്ഛന്റെ കയ്യിൽ ഈ കൈ ഫോൺ ഇരിക്കുവാ. എന്റെ കുഞ്ഞിനോട് പീഡനമാണ്. കൂടി ഒരു കുടുംബം ഇരിക്കുമ്പോ അവിടെ നിന്ന് മാറിയിരിക്കുന്നത്ര നല്ലതിനല്ല. അച്ഛൻ മോനാപ്പ കൈ ഇവിടെ വെച്ചേക്കല്ലേ. അച്ഛനെ ഫോൺ ചേർന്നോ? ശരിയാ ശരിയാ, അത് ഞാനല്ല. എന്തോ സുരമേ, മോനെ അമ്മയല്ല, അമ്മ രണ്ട് കൈ. എന്തുവാ അപ്പൊ എവിടെ കൊണ്ട് തോണ്ടി? കമന്റ് ഇടാൻ പറ എന്നെ തോണ്ടി താരാന്ന്. അപ്പൊ അവര് കമന്റ് ഇടും. അപ്പൊ വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. നീ ഇവിടെ തൊടല് വീഴും. ഫോണിൽ നോക്കാൻ പോയതാ. അങ്ങനെയല്ല, അവിടെ അത് പിടിച്ചാ വീഴും. മഴ പെയ്യെന്ന് പറഞ്ഞോ? എന്തുവാ കണ്ടു. അച്ഛല്ലേ? അവൻ കണ്ടു. ഞാൻ കണ്ടു. അച്ഛൻ ഫോണിൽ കൈ പിടിക്കും. ഒരു കൈ ഈ കൈ ഇവിടെ വെച്ചേക്കോ. ഇങ്ങനെ തോണ്ടാൻ പറ്റുന്ന ഈ കൈ ഇങ്ങനെ എടുത്താ തോണ്ടല്ലോ. നോക്കിയോ? ആരെ തോണ്ടി വെച്ചേ? സത്യം പറയാൻ കാര്യം പറ. അപ്പഴ ആരെ തോണ്ടി വെച്ചേ? സത്യം പറയാൻ പറയാന്ന്. അപ്പഴ സത്യമാണ് പറഞ്ഞത്. അപ്പഴ സത്യമാണ് പറഞ്ഞത്. നീ നോക്കിയിരുന്നു. പോണു അച്ഛൻ ഞോണ്ടിട്ട് കൈ വലിക്കുന്നു. അച്ഛൻ ഞോണ്ട് ഇതൊന്നും നിർത്തിക്കടി. അല്ലെങ്കിൽ സൗണ്ട് വെച്ചോടെ. സൗണ്ട് എന്തിനാ? അന്നാണ് സൗണ്ട് വെച്ചോ. ഞാൻ അത്രയും ഭാഗം എടുത്ത് ചെയ്ത് കളഞ്ഞോളാം.
ഫോൺ നോക്കി 456 റെക്കോർഡ് ഏറ്റവും വലിയ ആ ഫോൺ നോക്കിയിരിക്കുന്നത് നല്ലതല്ല. ക്രിക്കറ്റാണ് കാണുന്നത്. ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കാണും. അല്ലാതെ കൊച്ചി ടിവിയും ടോമാഞ്ചറി ഒന്നും അല്ല. അത് കാണുന്നത് കപ്പയുടെ കാട് പറിക്കുന്ന കണ്ടാൽ മതി. നമുക്ക് കപ്പയുടെ കാട് പറിക്കാൻ പോകാം. ലൈറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ചോറിലും വയറ് ചുമടുണ്ട് ഒരു വെള്ളം കുടിച്ചോ. ഒരു കരികളേ ഉള്ളൂ കുഞ്ഞിനെ ഉറക്കാനും മാത്രം. എന്ത് അത് മുട്ടിനകത്തുനിന്ന് പോയി ഈ കുഞ്ഞ് ചാടി ചാടി ഇത് പുളിയ സുലഭനൊക്കെ ഇത് മതി. സുലഭയ്ക്ക് മീനെ കാട്ടി ഇഷ്ടം ഇതാ. മീൻ ചവിട്ടല് ഇടൂ എന്താ കമ്പേ കുത്തിച്ചൂടാ. പണ്ട് പിന്നെ അമലും വറക്കാം. അമലും മോനും കൂടെ എത്ര പറക്കേ വേണ്ട. അമലുവിന് കൊടുത്തു, കിണ്ണമ്മാവന് കൊടുത്തു. അല്ല മീൻ കയറും കൊണ്ടോ മീനും കയറും. ഇച്ചിരി കൂടെ വെള്ളം നാളെ കൂടെ ഇന്നുകൂടെ ഇതുപോലെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു കാക്കിലെ പുളി കിട്ടും. ഒഴുകി വരുന്ന എല്ലാം മലയിൽ കയറുന്നുണ്ട്. നീ എവിടെ എടുത്തിട്ട് മീനെ വേണ്ട. അയ്യോ മീൻ കഴുകല് വേറെ താഴോട്ട് ഇറങ്ങി ലൈറ്റും കൊണ്ട് വെള്ളമില്ല. വലിയ പാടാ മോളെ. അവിടെ താഴെ അല്ല കുടിവെള്ളമില്ല. കുളത്തിനെ കൊണ്ട് ഇറങ്ങി അതാണ് ഇവിടെ കടലാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു മീനുണ്ട്. അതല്ലാണ്ട് വൃത്തിയാക്കി വറക്കാനും വെച്ചോ. കണ്ണാപ്പി ഇത് ഒരു 1000-1200 ഏക്കർ ഒരു വലിയ എസ്റ്റേറ്റ് ആയിരുന്നു. അതിൽ ഇവിടെ അച്ഛനുണ്ടല്ലോ, അതിനകത്ത് ഗ്രൂപ്പ് മേസനായിരുന്നു. ഈ മേസൻ വർക്കിന്റെ മെയിൻ്റെനൻസ് വരും. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അപ്പാത്തിൻ്റെ അടുത്തുണ്ടല്ലോ. പറയട്ടെ, അച്ഛൻ നിന്നെ എടുത്തുകൊണ്ട് പോയപ്പം ഓട്ടല്ല ബുള്ളറ്റ് പോയി വീട്ടിൽ. ഇവിടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളല്ലയോ, പെങ്ങളുടെ മോളല്ലയോ. അപ്പം വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ അവർക്ക് മനസ്സിലായില്ല. എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളുടെ രണ്ടാമത്തെ മോള ഇവള്. അപ്പോൾ ഓണത്തിന് എങ്ങാണ്ട് നീ കൈ എങ്ങനെ കാണിക്കണമെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ മൂത്ത അപ്പം അമ്മാവൻ തോളത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ഇതുവഴി നടന്നു പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ ചപ്പാത്തി ഉണ്ട്. അതിനിപ്പുറത്തൊരു കമ്പിപ്പാലമുണ്ട്. അന്ന് ഈ ബുള്ളറ്റ് ഉള്ളത് ഈ സൂപ്പറണ്ടന്മാർക്കാണ്. റെക്കോർഡിങ്ങ ഈ സായിപ്പിലെ സൂപ്പറണ്ടന്മാരുടെ ബുള്ളറ്റ് ഉണ്ട് നമ്മുടെ ഇൻഫീൽഡിൻ്റെ. ഇപ്പോൾ വെള്ള നിക്കറൊക്കെ ഇട്ട് സൂപ്പറണ്ടന്മാർ ഇങ്ങനെ ഈ എസ്റ്റേറ്റ് ഈ പ്രദേശമൊക്കെ. ഇപ്പോൾ ഒരു കരച്ചിലും കയറ്റവും കയറി വീട് വരെ അച്ഛൻ എപ്പോഴും പറയും, എടിയാ നീ അങ്ങനെ എൻ്റെ മനുമോളായി വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടതല്ലെന്ന്. ബുള്ളറ്റ് വന്നപ്പോൾ അത് പിന്നെ ഞങ്ങൾ എങ്ങനെ ആക്കിയിട്ടില്ല. കുട നൂർത്ത പോയി കരഞ്ഞു. പിന്നെ ലാസ്റ്റ് ബുള്ളറ്റ് മാറ്റി ആരാണ്ടൊരു കുട നൂർത്ത് കുട കണ്ട് പേടിച്ച് കരഞ്ഞെന്ന് പറഞ്ഞു. ഒരു കഥ തന്നെ. അതേതാ അങ്ങനല്ല, എന്ത് പണിക്ക് പോയപ്പോ ഇവിടെ ചേച്ചി ഭയങ്കര പണിയായിരുന്നു. നമ്മുടെ റാന്നിയിലെ ഇത് ഇവരെല്ലാം ജോലി. ഇവിടെ എല്ലാം പുഴുവാ. ഇവിടെ നേരെ കയറി കല്ലേ കയറി ഇങ്ങനെ ഒരു പണി ചെയ്തു. അവസാനം പിടിച്ചു കെട്ടി അത് ഇവിടെ പിന്നെ അതുകൊണ്ട് കശുവണ്ടി പറക്കാൻ പോകുമ്പോൾ പിള്ളേരെല്ലാം പറക്കും. ഇവിടെ ചേച്ചി അനിയനും എല്ലാം പറക്കും. മൊത്തം സഞ്ചിക്കകത്തിട്ടുണ്ട് ഓടിക്കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകും. എൻ്റെ കൊച്ചേ ഉള്ള ജോലി ചെയ്യുന്നതാണ്. ആ കളിയാണ് ഇപ്പോഴും കളിക്കുന്നത്. ഉള്ളിലേക്ക് നോക്കണം. അതേ കളിയാ ദീപു. അതെനിക്ക് ഞാൻ പിന്നെ ഈ ടീമിലൊന്നും ഇല്ല. മീൻ ഇവിടെ പൊള്ളിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി. താങ്കൾ എന്താ പറയണ്ടേ? ഞാൻ പറയുകയാണ് നീ ശകലമേ ഉള്ളു, ചെറുതാണ്. ഫോണ് വീഡിയോ എടുക്കാൻ വളർന്നില്ല. ലൈറ്റ് ബൾബ് പോയി വളരാതെ മറ്റൊക്കെ കഴിച്ചാ വളരും. അച്ചാച്ചോട് ചോദിച്ചു എന്താ പറയാനുള്ളത്? ചെല്ല അങ്ങോട്ടിയല്ലേ. താങ്കളൊക്കെ എന്താ പറയാനുള്ളേ? എനിക്ക് പറയാനുള്ളത്, ഞാൻ ലോകത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ പണ്ടേ എൻ്റെ അപ്പൂപ്പനും കൊണ്ട് ഇവിടെ ചൂണ്ടയിടാനിരുന്നിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പൻ എനിക്ക് അന്ന് മീനുണ്ട്, ഇഷ്ടം പോലെ മീൻ പിടിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ നിന്നെ കൊണ്ട് ഞാൻ വന്നപ്പം നിനക്ക് മീൻ കിട്ടിയില്ല. എന്നാലും ഇത് വലിയ സംഭവമുള്ള സ്ഥലങ്ങളാണ്. മാമന്റെ അടുത്തല്ലേ. താങ്കൾക്ക് എന്താ പറയാനുള്ളേ? കിടു എന്ന് പറഞ്ഞൊരു പന്നച്ചെറുക്കനുണ്ട്. അവൻ ഇന്ന് ഞാൻ അടിച്ച് കൊല്ലും. ഞാൻ അതാ പറയാനുള്ളോ? താങ്കളുടെ കാര്യം തീർന്നോ? ഇനി കണ്ണന്റെ ഇനി താങ്കള് പറ. എന്താ പറയണ്ടേ? താങ്കള് പറ. എന്താ പറയണ്ടേ? താങ്കള് പറ. പറയണ്ടേ? ഇവിടെ അടിപൊളി സ്ഥലല്ലേ? നീ കണ്ടായിരുന്നോ? ഇതൊന്ന് കാണിച്ചത്.
കണ്ടായിരുന്നോ? ഇത് വേറൊരു അവിടെ കാര്യം ബൾബ് ഇട്ടിട്ടുണ്ട് അതിന് മിന്നാമിനിങ്ങനെ പിടിക്കും. ഇനി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്താ ബൾബ് കത്തുന്നുണ്ടായിരുന്നു അതിനെ അയ്യോ ബൾബ് കത്തുന്നുണ്ടോ നോക്കട്ടെ തിരിഞ്ഞ്. നിങ്ങളോടായതുകൊണ്ട് പറയാം, ഉണ്ട് 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 പച്ച ഇത് ബൾബ്. നിസ്സാര സ്ഥലമൊന്നുമല്ല. ഇതിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ ചുങ്കത്തറ. ചുങ്കത്തറ എന്ന് പറഞ്ഞാൽ ഈ മലയോര മേഖലയിൽ എന്ത് കൃഷി ചെയ്താലും അതിന്റെ ഒരു വിഹിതം രാജസന്നിധിയിലെ എങ്ങനെ ഞങ്ങൾക്കെല്ലാം ഭൂമി തന്നു. എൻ്റെ പൂർവികർക്കും അല്ല ഈ ഗ്രാമത്തിലുള്ള എല്ലാ പൂർവികർക്കും ഭൂമി തന്നു. പക്ഷേ അവിടെ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും ഒരു ഇത്ര പെർസെൻറ്റേജ് അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അത് നമ്മളിപ്പോൾ ഒരു 10 പറ നെല്ല് അല്ല 10 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ 8 കിലോ കർഷകനും 2 രാജ ഇതിൽ മറ്റേ വേറെ അധ്വാനിക്കാൻ കഴിയാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ആ സങ്കല്പം. അതടച്ച് അതിന് ലെവീൻ എങ്ങോട്ടാണ് പറയുന്നത്, അതെല്ലാം കൂടെ ചേർന്ന് ഇവിടെ എല്ലാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ കൊടുങ്കാടുണ്ടല്ലോ, ഇപ്പം മലയെണ്ണാൻ പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. ഇവിടെ നെല്ല് വിളഞ്ഞിരുന്നു ഈ മലയോര പ്രദേശത്ത്. പിന്നെ മുതിര, നെല്ല് കഴിഞ്ഞാൽ ഉടനെ മുതിര, അങ്ങനെ അധ്വാനിച്ച് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിഹിതം അതിന് ലെവി ഇപ്പോൾ പാർട്ടിക്കാരൊക്കെ ഇതായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത്. പക്ഷേ അതടയ്ക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇവർ ചെറുപ്പക്കാരെല്ലാം കൂടെ നാട്ടിൽ വന്ന് ഇവിടെ ഈ കാടെല്ലാം വെട്ടി തെളിച്ച് കൃഷി ചെയ്തു. പക്ഷേ അവരുടെ കുടുംബത്തേക്ക് ഈ നെല്ല് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അടയ്ക്കുന്നു. ഇപ്പോഴത്തെ കരമ്പോട് അതിന് ലെവി അടയ്ക്കാന്നുള്ളൂ. അതിൻ്റെ ഒരു സെൻറ്ററായിരുന്നു ഇത്, ഈ കിഴക്കൻ മലയോരം. അത് ഈ നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ 6 വഴി വള്ളത്തേൽ ഇവിടെ കൊണ്ടുവരും, അല്ലെ കാളവണ്ടിയിൽ വരും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ലെവി അളന്ന ശേഷം മാത്രമേ ഇത് വലിയ ഭയങ്കര സത്യസന്ധമായ വലിയ ഞാൻ ഇത്ര അംഗീകരിക്കുന്നത്. നമ്മൾ അധ്വാനിച്ചാലും അതിൻ്റെ ഒരു വിഹിതം നമുക്ക് ചുമ്മാ തന്നോ. മഹാരാജാവോ തിരുവനന്തപുരം മഹാരാജാവോ ആരോ നമുക്ക് വെറുതെ തന്ന ഭൂമി. പക്ഷേ ഈ വെറുതെ തന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതിലും വലിയ അർത്ഥമുണ്ട്, കിട്ടിയവർക്കുണ്ടല്ലോ. ഇത് ചുമ്മാ ഇന്നത്തെ ഈ ഭൂമിയല്ല, കൊടുംവനം. ചിലരുടെ തീറ്റക്കാനം ഈറ്റക്കാനമൊക്കെ ഒന്ന് കിളച്ച് നമുക്കിപ്പോൾ 1 ഏക്കർ ഭൂമി പോയിട്ട് 10 സെൻറ്റ് ഭൂമി നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. അന്ന് 2-2.5 ഏക്കർ ഭൂമി സംരക്ഷിച്ചിട്ട് അതിൽ നിന്ന് കൃഷിയെടുത്ത് അതുണ്ടാക്കിയ പൂർവികരുടെ പിൻതലമുറക്കാരായ ഞങ്ങൾ ആലോചിക്കട്ടെ. ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ കുഞ്ഞിന് 4ാം തലമുറയ്ക്കും ഈ കുടിയേറ്റ മണ്ണിൽ ഇതുപോലെ ഞങ്ങൾ ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്കറിയാമോ, ഒരാറ്റുതീരത്ത്. ഞങ്ങളിവിടെ ആയിരുന്നു ചുങ്കം. ഇപ്പൊ സീതത്തോട്ടിൽ ഇവിടെ വെച്ചായിരുന്നു ചുങ്കം വളർന്നിരുന്നത്, ഇവിടുന്ന് ലെവി അടർന്നിരുന്നെന്ന് അറിയാവുന്ന പഴയ കാരണന്മാരെല്ലാം കൂടി ഇപ്പൊ വരും ഇവിടെ കിടക്കുന്നതിന്റെ ലെവി തന്നും പറഞ്ഞിട്ട്. ഓ അതൊന്നും ലെവി, ലോകത്തിന്റെ ലെവി. ഇവനെ വിളിക്കും വേണ്ട എന്റെ ലെവി വിഗ്രഹം പോലെ ഇരിക്കുന്നു. ഇതിനെ ഞാനിങ്ങനെ അങ്ങോട്ട് സമർപ്പിക്കും. എനിക്കിത് എക്സ്പ്ലോർ ചെയ്യണം. ഏത് ഇവിടുത്തെ ഇത് ആരുടെയാണെന്നറിയോ? AVT എസ്റ്റേറ്റ് താങ്കൾ AVT എസ്റ്റേറ്റ് ആയത്. ഞങ്ങൾക്ക് മീൻ പുറത്തത് വന്നു, ഗ്രില്ല് ചെയ്തതാ. നിനക്കല്ലോ, നീ മുമ്പ് ചവിട്ടിയില്ലേ? ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും മീനില്ലാത്തോണ്ട്. നിക്കടാ, ചൂട് 2 പേരും അടങ്ങിയിരുന്നേ. 2 പേരും 3 പേരും ഒന്ന് മറക്കേ. എന്താ കറിയുന്നേ? ആദ്യം ഞാൻ കഴിച്ചു നോക്കട്ടെ, എല്ലാരോടും പറയാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ വായിലോട്ടാ കൊണ്ടുപോന്നേ. എന്തോടി കണ്ണാപ്പി ഫോൺ നോക്കിയത് ഞങ്ങളുടെ രണ്ടും ഇങ്ങോട്ട് ചാച്ചി 1 മിനിറ്റ് ഇതൊന്ന് വീഡിയോ എടുത്തോട്ടെ. ഇരുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. സൂപ്പറാ. മുള്ളൊക്കെ ഞാൻ വിരിയും കളഞ്ഞു. മുള്ളൊക്കെ വിഴിയും കളഞ്ഞു. ഉപ്പ് ചൂടുള്ള പക്ഷെ കൊള്ളാം. ചെറിയ മീനോട് ശരിക്കും ഞാനായിട്ട് പറഞ്ഞില്ല, ഇച്ചിരി കൂടുതലാ. പക്ഷെ അമ്മോ ഇതെല്ലാം കൂടെ അങ്ങനെ കിട്ടും മോനെ, എപ്പോഴേലും കിട്ടും. വീശമലുണ്ടോ ചേച്ചി? വലയുണ്ട്. അതതിന്റെ തോല് മാത്രം മാറ്റിട്ട് കൊടുക്കുക, തോല് കൊടുത്ത് മാറ്റിട്ട് കൊടുക്കുക. അതൊന്നും അറിയാത്ത കളങ്ങളിലൊന്നും വീശിയിട്ട് കാര്യമില്ല. പണ്ട് നമ്മൾ 3, 4, 5 വീശി. ഇഷ്ടായോ? സൂക്ഷിച്ച്. നമുക്ക് മീൻ തിന്നാം. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കില്ലോ. എന്തെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാം. അവന്റെ സങ്കടം നോക്കി. അച്ചാച്ചി സുലഭമ്മയോട് വർത്താനം പറഞ്ഞു, കൂട്ടത്തിൽ പറഞ്ഞു ഞാനങ്ങ് പോയാൽ പോട്ടെന്ന്. അത്രയും പറഞ്ഞതിൻ്റെ അച്ചാച്ചി പോകുന്നുള്ള വിഷമം നോക്കിയേ. ചുമ്മാ പറഞ്ഞാക്കളെ അച്ചാച്ചി. അച്ചാച്ചി എവിടെ പോകാനടാ?
അച്ചാച്ചിയെ വിട്ടുപോയവരുടെ എല്ലാ സ്നേഹം കൂടെ ഒന്നിച്ച് തന്നില്ലയോടാ നീ. അച്ചാച്ചിയുടെ അമ്മ, അച്ചാച്ചിയുടെ പെങ്ങള്, അച്ചാച്ചിയുടെ അച്ഛൻ, എല്ലാവരും. കണ്ണു തുറക്ക്. ഞാൻ ചുമ്മാ എൻ്റെ കല്ലോട്ട് കണ്ണടച്ച് കിടന്നപ്പോ അവന് പേടിയാട്ടോ. അച്ചാച്ചി ചുമ്മാ പറഞ്ഞാ അച്ചാച്ചി എങ്ങും പോത്തില്ല കേട്ടോ. എൻ്റെ കണ്ണിഞ്ഞതാടാ, എടാ എൻ്റെ കണ്ണിഞ്ഞതാടാ, എൻ്റെ മൂക്കിഞ്ഞതാടാ. ഈ ഒരു പ്രായത്തിലെ സ്നേഹം ഭയങ്കര നിഷ്കളങ്കോ. ചെടി ഇവിടുന്ന് ഹെഡ്ലൈറ്റ് ആരെങ്കിലും എടുത്തായിരുന്നു? എടാ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാ. മോനെ വഴക്ക് പറയുന്നത് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആരാ കിടു? അത് കഴിഞ്ഞാരാ? അച്ഛനാ സുലുവം വേണോന്ന് ഓർത്ത് നോക്കിയേ. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന സുലുവമ്മയല്ലേടാ? ഞങ്ങൾ തമ്മിലൊരു വലിയ വഴക്കുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് എന്താ പറയുക, എൻ്റെ മൂക്ക് കൂടെ താളാം. എൻ്റെ കണ്ണ് നീ തരുമോ? ഇപ്പൊ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല, അവന് എൻ്റെ പേടിയാ. മൂക്ക് തരുമോ? എൻ്റെ ചെവി, അവന്റെ കണ്ണെടുത്ത് വെച്ചു കൊടുക്കുക ചെവിക്കൊക്കെ. ചെവി, ഇതെല്ലാം എൻ്റെ. അച്ചാച്ചിക്കൊന്നും പറ്റിയല്ലേ? എൻ്റെ കണ്ണെന്തിയേ? ആ എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് എവിടാ? എൻ്റെ ഇനി എൻ്റെ ചെവി എന്തിയേ? എല്ലാം അങ്ങ് തരാം, അങ്ങ് ജീവിച്ച് വന്നാ മതി അല്ലേ ക്കളെ? എൻ്റെ സ്വത്താ, അച്ചാച്ചിയുടെ സ്വത്താന്ന്. അത് ഞാനാ. ആ പിന്നെ ഞാനാ. അച്ചാച്ചിയുടെ തേനാരാ? അച്ചാച്ചിയുടെ പൊന്ന്, എൻ്റെ പൊന്നാരാ? അപ്പാ എടാ ഞാനല്ലേ അച്ചാച്ചിയുടെ മോള്. നിക്ക് ഞാൻ ചോദിക്കട്ടെ അവനോട്, അച്ചാച്ചിയുടെ മോളാരാ? നീ മോളാന്നോ? നീ അച്ഛയുടെ മോനാ? അതൊന്നും ഞാൻ കരുതല, നീ ഉണ്ടല്ലേ. അച്ചാച്ചിയുടെ സ്വത്താരാ? ഞാന്. ദീപ്തിയേ, അച്ചാച്ചിയുടെ സ്വത്താരാ? അച്ചാച്ചിയുടെ പൊന്നാരാ? ഞാന്. ദീപ്തി നീ അല്ല, ചുമ്മാ കൊഞ്ചാവൻ. പേട്ടുകൊണ്ട് എനിക്ക് വേണ്ട. അച്ചാച്ചിയുടെ സ്വത്താരാ? അച്ഛയുടെ പൊന്നാരാ? കറങ്ങാൻ പോവാം. അല്ല അച്ഛയുടെ പൊന്നാരാ? നമ്മള് വേറെ അല്ലേ, അവരായി. അച്ഛയുടെ പൊന്നാരാ? എടീ നമ്മക്കേ ആ ശബരി പോയിട്ടെ അവിടുന്ന് രാജീവ് കൊണ്ട് കിടന്ന് ഓരോ ഒരു സെക്കൻഡ്. അച്ഛാ ഇഷ്ടം? അച്ഛേ. അപ്പൊ അച്ചാച്ചിയോ? അച്ചാച്ചി, അത് വേണ്ട, അച്ചാച്ചി 20 രൂപയ്ക്ക് ഐസ്ക്രീം ഞാൻ പറയത്തില്ല അങ്ങനെ. എന്നോട് ചോദിക്കേ, എനിക്കിഷ്ടം അച്ചാച്ചിയാ. ഞാൻ പറയത്തില്ല അല്ല നീ അച്ഛയാ ഇഷ്ടം. ഞാൻ ശബരി കൊണ്ടുപോകാന്ന് പറഞ്ഞാലൊന്നും ഞാൻ വേറെ ആളെ പറ്റി പറയത്തില്ല. അച്ചാച്ചി തീർന്നു, വേറെ 20 രൂപ ഞാൻ തള്ളി. എടാ അപ്പക്ക് ഏറ്റവും ഇഷ്ടം ആരെയാടാ? എന്നാര് പറഞ്ഞു? എന്നാര് പറഞ്ഞു? ആ ഉവ്വ. അടുത്ത പ്രവചനം. കപ്പ കേട്ടോ. ആയി അടിപൊളിത്തി. വിറകാണ് രസം കൊടുത്തത്. ഹൈലൈറ്റ് വിറകാ. എന്ത് വിറകാ കിടക്കുന്നത്? എന്റെ മോൻ ഇവിടെ സെറ്റായല്ലോ. ഇത് നോക്കടാ കിടു, മാമൻ ഇരുന്ന് ഉള്ളി അരിയുന്നേ. ഇവിടെ തീയിൽ കപ്പ ചുട്ടുകൊണ്ടിരിക്കുന്നു. ചില കൊച്ചു പിള്ളേര് മൊബൈൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. നോക്ക്, ഒരു അമ്മയും മോനും. ക്രിക്കറ്റ് ഫുട്ബോളും. ഇവിടെ ക്രിക്കറ്റ്, അവിടെ സീരിയല്. റബ്ബർ എണ്ണണം. ഇതൊക്കെ നോക്കി വെച്ചാലല്ല നാളെ വിറക് വീഴുമ്പോൾ കറക്റ്റ് കണക്കറിയാൻ പറ്റും. അവിടെ കപ്പ ചുടിയിൽ നടക്കുകയാണ്. ക്രിക്കറ്റും കാണണം, കപ്പയും ചുടണം. നമുക്കൊരു ദിവസം ലോറിയിൽ പോയാലോ, കുക്കൊക്കെ ചെയ്ത്? ലോറി ഉണ്ടോ? അപ്പയും മാമനും കൂടെ ലോറിയെ പോവാ. ഹായ്, നല്ല കാറ്റ്. കൊണ്ടുത്തിക്കത്തിട്ടല്ലോ. ഞാൻ കടലിലേക്ക് ഒക്കെ ചെയ്യുന്നേ. ചുട്ടെടുക്കാം. കപ്പ ഇടുന്ന പോലെ. കപ്പ ഉടുപ്പൂരിട്ടോ? വേറെ ഓർഡറാ അത് വന്നു. ആസ്വദിച്ചെടുക്കുമ്പോ നനഞ്ഞാണോ നനയാത്താണോ ഒന്നുമില്ല. അതെ, ഞാനും അല്ല അങ്ങനല്ല. എന്തിനാ മിണ്ടുന്നേന്ന്? ഒന്നുകൂടെ ഈ കഴിവ് ഞാൻ അറിഞ്ഞിരുന്നില്ല. കണ്ടോ? എന്ത്
ആദ്യം അപ്പം കിടൂന്നറിയാം ഒരു പ്ലേറ്റ് പോലെ ഇച്ചിരി ഓംലെറ്റ് കഴിക്കാം. നല്ലതാ, നല്ലതാ. നല്ല ഓംപ്ലേറ്റ്. കഴിച്ചു പോലും ഇല്ല. കഴിക്കാതെ പറയുന്നു. ആരാ എൻ്റെ ഓംലെറ്റ് ഇവിടെ ആരാ? ഓംലെറ്റ് ഞങ്ങൾ തിന്നുകൊണ്ടിരിക്കുക. ഉസ്താദന്മാർ ഷെയർ തന്നെ. നിങ്ങൾ എല്ലാവർക്കും കൂടെ ചട്ടിയൊക്കെ ചൂടാവൂടാ തീ പെട്ടെന്നല്ലേ ഇത്. വെള്ളം എടുത്തിട്ട് വരാം. ഇതിൻ്റെ വെള്ളമില്ലയോ? അതിനകത്ത് വെള്ളമില്ല. അതിനകത്ത് ഒഴിച്ച് കുഞ്ഞിട്ട് വരാം. എണ്ണ എക്സ്പോർട്ടാണ് നോക്കി. ആ അത് കുത്തിയപ്പോൾ വെള്ളം കൊണ്ടുവരാം. കത്തി എന്തിരി പിന്നെ കത്തി എന്തിനോ ഇടുവേ ഇങ്ങോട്ട് വാ വേണമെങ്കിൽ. ആഹാ നല്ല ചുട്ട കപ്പ. എക്സ്പോർട്ട് ഇവിടെ തിരിച്ചിട്ടിരിക്കുകയാണ്. ആ കത്തുന്നേ നല്ലതാ അമ്മേ. നല്ലതാ മാമി. നല്ലതാ മാമി. നീ ജൈവ സാധനമൊക്കെ തിന്നാതിരാ. എനിക്കും കുത്താ. ആയിക്കോടാ പട്ടിണിയാ. ഫോൺ നോക്കി കൊള്ളാവോ കിടു? ഇല്ല, നമുക്ക് അതുവഴി മഴ പെയ്താൽ നമ്മൾ നനഞ്ഞ് കുഞ്ഞാവേ പുറത്ത് നല്ല മഴ. ഞങ്ങൾ ഇന്ന് ടെൻറ്റിൽ തന്നെ കിടക്കാൻ പോവാണ്. ഞാൻ, അച്ചാച്ചി, കുഞ്ഞാവ, കണ്ണാപ്പ. അപ്പം രാവിലെ കാണാം. ഇങ്ങനെ വേണം, റിസ്ക് വേണം. നല്ല മഴ. ഭയങ്കര തണുപ്പ്. ഓരോരോ കല്ലുകളായി പെറുക്കുകയാണ്. വിറക് അടിയിൽ കൂടെ വെള്ളം പോകും, അപ്പോൾ ആ വിറക് നനയാൻ പാടില്ല. അതിനാണ് ഒരു ചട്ടി പോലെ വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്നോട് പറയത്തില്ല. കണ്ണമ്മീടെ അച്ചാച്ചിയുള്ള ധൈര്യത്തിൽ നിൽക്കുക. കേട്ടാ കാലേ വല്ല ഞോണ്ടുന്നുണ്ടോ? ചെറിയ മുതലക്കുഞ്ഞുങ്ങളോ വല്ലോ? വലേന്റെ അടി കൂടെ കയറി പോവാ. ഞാൻ അപ്പോഴേ പറഞ്ഞാന്നോ വീഴുന്നു. എടാ കണ്ണ, നിന്നെ വലിച്ചു കേട്ടില്ല നടക്കൂല. അതിലെന്നല്ല നിന്നെ ഒഴുക്കി വിടുന്ന. ഇനിയിപ്പോ എന്തായാലും ഇറങ്ങിയല്ലേ, അതുവഴി പോയിട്ട് ആ നല്ല വെള്ളത്തിൽ കുളിച്ചിട്ട് കയറുക. പറയുന്നില്ല, നീ കയറും, ഞാൻ അവിടെ കിടക്കും. പിന്നെ എന്നെ വലിച്ചു കയറ്റാൻ വേറെ ആള് വേണം. എടാ ഇതിലെങ്ങ് വാ, ഇതിലെങ്ങനെ നീന്തി വരാം. ആ നീന്ത്. പക്ഷെ എനിക്ക് നീന്തുന്ന ഇഷ്ടമല്ലെന്നാ. എന്നാ ഇവിടെ ചവിട്ടിക്കയറുള്ള ആ വലയെ കുടുങ്ങരുത് ദയവ് ചെയ്ത്. നീ നല്ല നടന്നാ മതി. നടന്നിട്ട് ആ വലേന്റെ അടി കൂടി കയറി വല പൊക്കട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം. വലേന്റെ അടി എടാ നീ വലയുടെ മേളിൽ കൂടെ അപ്പുറത്ത് പോകുന്നതായിരിക്കും നല്ലേ. വലേന്റെ അടി കൂടി അടി കുരുങ്ങി കിടക്ക കേട്ടോ. ജമ്പ് ചെയ്ത് അപ്പുറത്തോളം പോട്ടെ. ആ ശരി, സ്റ്റാർട്ട്. വലയം പൊട്ടിച്ചു പോകും. അങ്ങോട്ടോ വരില്ല. പാമ്പ് ഒഴുകി പോയടാ. ഒരു പാമ്പ് ഒഴുകി പോയി, അതിന്റെ പേടിയാ. എടാ ഇതിലെ അടി കൂടി ഈ സൈഡിൽ കൂടി ഇങ്ങ് വന്നേ. നീ ആ വലയങ്ങ് പൊക്കി തലേനെ വെളി കൂടി ഇങ്ങ് വാടാ. എടാ അത് മീനാണോടാ വലയില്? എനിക്കിത് കണ്ടിട്ട് ലൂക്ക വെള്ളത്തിൽ ചാടിയ പോലെ ഉണ്ട്. ആ ഇനി മുണ്ടേ പിടിച്ച് വലിച്ചു കയറുവാ. ഒരു കാര്യം ചെയ്യും, മരത്തെ കിട്ട അതിന്റെ അറ്റം. ഇവൻ തന്നെ പിടിച്ച് കയറട്ടെ. അല്ല അല്ല, ഇവനെ കൂടെ ഞാൻ പിടിച്ച് കേട്ടിട്ട് വരും. എന്നാ ഒന്ന് പോയേ.
ഓഹോ ഓ എന്നാലും ഇപ്പോഴാണ് മനസ്സിലായി. ഇതല്ലേ ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്നത് അവിടെ അത്രേ ഉള്ളൂ എന്ന്. എന്തോ ഈ കാണിക്കുന്നത്?